പുല്ലും പറിച്ചിട്ടൊരു സാധനം. നിന്റെ ജോലിയൊന്നും കഴിഞ്ഞിട്ടില്ല. അവളുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ എന്തേലുമൊക്കെ വർത്താനം പറയാണ്ട് പോകാനും പറ്റില്ല. അല്ലെങ്കിൽ അതിന് തുടങ്ങും അവള്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പുല്ല് പറിച്ചോർച്ച് ഇത്രയായി ഭാഗ്യം. അടിച്ചു കയറി പണികളൊക്കെ കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞു. വെറുതെ ഒന്നിങ്ങനെ അറിയതാ. പിന്നെന്താ വിശേഷങ്ങൾ? സുഖല്ലേ? എന്താ പതിവില്ലാതെ ഈ വഴിയൊക്കെ? ഒന്നുമില്ല. പിന്നെന്താ നല്ല വിശേഷം. പിന്നെ ഒരു കാര്യം എന്നോട് പറയണ്ട്. ആ കുന്നത്തെ മാധവേട്ടല്ലേ, അവളുടെ മോളില്ലേ, ആ ഡിഗ്രി വരെയൊക്കെ പഠിച്ചല്ലേ, അവള് ഒളിച്ചോടി പോയി. അന്ന് എന്തായിരുന്നു അല്ലേ? എൻ്റെ മകൾ അങ്ങനെയൊന്നും ചെയ്യില്ല. എന്തൊക്കെയായിരുന്നു. അത് പോയത് ആരാ പോയി നോക്കി? ആരപ്പാ? മീൻകാരൻ്റെ ഒപ്പം. വൺ കോമഡി ഉണ്ട്. എൻ്റെ മോളുണ്ട്, എപ്പം നോക്കിയാലേ 24 മണിക്കൂറും ഫോണിലല്ല. അതെ, പറയണ്ട് ആ മാധവേൻ്റെ മോളില്ലേ, അവള് ഇങ്ങനെ തന്നെയായിരുന്നു. ഫോണൊക്കെ വിളിച്ചിട്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാവും. നീ ഇവിടെ ചേച്ചി ഇവിടെ കിട്ടോ? ഞാനേ ഒന്ന് പോയിട്ട് ചോദിച്ചിട്ട് എന്നെ കയറി നടന്നു ഉണ്ടോ? ഓക്കെ, ശരി കേട്ടോ. ഓ, ഈ തള്ള മമ്മി എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് പോളൂ. ആ അമ്മായി സുഖക്കാരനല്ലേ? മോളെ ഏതുനേരം ഫോണിലാ? ആരെ ഫോണിൽ വിളിക്കണേ? ആ ഫ്രണ്ടാ. എന്നാ ഓരോന്നും അവിടെ ഇവിടെ ഒക്കെ കേൾക്കണത്. ആരാണ് ഫോണില്? ഫോൺ കാണിച്ചു താങ്ങൂട്ടു. അവളുടെ ഫോണ് ഇനി മേലെ ഫോൺ തട്ടുപോയത് ഒന്നും വിചാരിച്ചില്ല. നോക്കട്ടെ അവിടെ ഓരോരുത്തർ ഡിലേറ്റ് ആക്കിയില്ലേ? വായിക്കാനും അറിയില്ലല്ലോ. നമുക്ക് വയസ്സായില്ലേ. ഇതെന്തെന്ന് വെച്ചാൽ നമുക്ക് കണ്ണു നോക്കി പിടിക്കും. കിഷോറിന്റെ ബെസ്റ്റിയാ. എനിക്ക് ബെസ്റ്റ് എന്താന്ന് അറിയോ? ഫ്രണ്ടിന് മേലെ ലവറിന് കീഴ്. അപ്പൊ അവരുടെ ഇടയിൽ എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടാവും. ഒന്ന് സൂക്ഷിച്ചോ നീ. പെണ്ണിന്റെ നമ്പർ ഉണ്ടോ? ആണായാലും പെണ്ണായാലും ഒരുപോലല്ലേ? എല്ലാരും നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ അമ്മ? പറയാലോ. മാധവന്റെ മോള് പോയില്ലേ, അതേപോലെ നാളെ നീ പോവില്ലെന്ന് ആര് കണ്ടു? എന്നാ ശരി ജലജ, ഞാൻ പോവുക. നേരെ വൈകിയില്ലേ. പിന്നെ മോളനെ അടിക്കും ചീത്ത പറയുകയൊന്നും ചെയ്തത്. ഇപ്പത്തെ കുട്ടികളല്ലേ, എന്താ മനസ്സിലൊന്നും പറയാൻ പറ്റില്ല. ശരി ചേച്ചി. ആ വരാട്ടോ. എന്നാ ശരി മോളെ. ആ ശരി. ഒരു കുടുംബം കളിക്കപ്പോ എന്താ ഒരു സുഖം. ഒരു 6 മണിയായിണ്ട്. അയ്യോ ദൈവമേ, 6 മണിയായി. വിളക്ക് കൊടുത്തണം. എന്തൊക്കെ പണിയുണ്ട്.